Hi friends, welcome back to my channel, your online teacher. ഇതൊരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. എല്ലാവരും ഇത് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇതൊരു മസ്റ്റ് വാച്ച് എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തു. പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ചെയ്തു, ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ചെയ്തു, തിയറി ചെയ്തു, കമ്പ്യൂട്ടറിസ്റ്റിക് അക്കൗണ്ടിങ്, AFS ഇതൊക്കെ ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ ആയിട്ടും ആ ഒരു സീരിയസ്നെസ് വരുന്നില്ല. പഠിക്കാനായിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല. വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ ഒരുപാട് വരുന്നതുകൊണ്ട് പഠിക്കാനൊന്നും പറ്റുന്നില്ല എന്നൊരു മെൻ്റൽ ആ സ്റ്റേജിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. മക്കളെ, നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, നാളത്തെ എക്സാം എഴുതണമെന്ന് തന്നെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് മാത്രം കേട്ടോ, ബാക്കി എല്ലാവരെ പറ്റിയല്ല പറയുന്നത്. അങ്ങനെയുള്ളവർ മാത്രം എന്തെങ്കിലും ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മാത്രം മതി. കാരണം അതിനുള്ളൊരു ടൈമും അതിനുള്ളൊരു മാനസികാവസ്ഥ ഇപ്പോൾ ഉള്ളൂ. മുഴുവനും പഠിക്കാനുള്ളൊരു കഴിവൊന്നും ഇപ്പം ഇല്ല. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസാണ് പറയുന്നത്. അവരിത് മാത്രം പഠിക്കാം. എന്തായാലും റിയലൈസേഷൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാകും. പാർട്ട്നേഴ്സ് ക്യാപിറ്റലും ബാങ്ക് നിങ്ങൾ പഠിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ റിയലൈസേഷൻ്റെ പ്രോബ്ലം എന്തായാലും പഠിക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കാണാം. റീവാലുവേഷൻ്റെ പ്രോബ്ലം എന്തായാലും പഠിക്കാം. ഇത് രണ്ടും എന്തായാലും വരും. അപ്പോൾ അത് രണ്ടും എന്തായാലും പഠിക്കാം. പിന്നെ നിങ്ങൾ പഠിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിക്കണം. ഓക്കെ, അതും വരും. പിന്നെ നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പഠിക്കണം. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സംഭവങ്ങളാണ്. പിന്നെ നിങ്ങൾ ലോൺ അക്കൗണ്ട് പഠിക്കാം. ഓക്കെ, ലോൺ അക്കൗണ്ട് പഠിച്ചാൽ 4 മാർക്ക് കിട്ടും. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പഠിച്ചാൽ 4, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പഠിച്ചാൽ 4, റിയലൈസേഷൻ പഠിച്ചാൽ 8 മൊത്തം ചെയ്യാത്തതുകൊണ്ട് ഞാൻ 6 എടുക്കാം, 5 എടുക്കാം. റിയലൈസേഷൻ പഠിച്ചാൽ 5, റീവാലുവേഷൻ പഠിച്ചാൽ 5. ഇപ്പോൾ തന്നെ നമുക്ക് എത്രയായി? 10, 18, 18, 4, 22 മാർക്കായി. ഓക്കെ, 22 മാർക്ക് നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ പിന്നെ പഠിക്കേണ്ടത് നിങ്ങളെക്കൊണ്ട് പറ്റും, ലാസ്റ്റ് മിനിറ്റിൽ പറ്റും എന്നുള്ള സാധനമാണ് പറയുന്നത്, അല്ലാതെ ഒരുപാട് വലിയ കാര്യങ്ങളല്ല. ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ സിമ്പിൾ 3 മെത്തേഡ്സ് ആണല്ലോ. 4 മാർക്ക് കിട്ടും. 22, 4, 26 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, എന്തായാലും അത് പഠിക്കണം. ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ എന്തായാലും ചോദിക്കും. 24 മാർക്ക് അവിടെ കിട്ടി. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തിയറി പഠിക്കാം. കുറച്ച് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന തിയറീസ് പഠിക്കാം. ഡിസൊല്യൂഷൻ ഓഫ് ഫേമും ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇപ്പോൾ നമ്മൾ 26 മാർക്ക് പ്രോബ്ലത്തിൽ നിന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സംഭവം അത്. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫ്ലക്ച്വേറ്റിംഗ് ഫിക്സഡ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പുതുതായിട്ട് വരുന്ന പാർട്ട്ണർക്ക് കിട്ടുന്ന 2 റൈറ്റ്. ഗുഡ് വില്ലിൻ്റെ ഫീച്ചേഴ്സ് 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ എത്ര മാർക്കായി? 26 പ്ലസ് ദെൻ 6 പ്ലസ് 6, 38 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഡബിൾ പാസ് സ്കോർ ചെയ്യാൻ പറ്റും ഇത്രയും ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാവരോടും കൂടിയിട്ടല്ല. ലാസ്റ്റ് മിനിറ്റിൽ ഇതൊന്നും പറ്റുന്നില്ല, എക്സാം എഴുതണോ എന്ന് തന്നെ കരുതിയിരിക്കുന്നവരോടാണ്. ഇത്രയും പഠിച്ചാൽ നിങ്ങൾ നാളെ എന്തായാലും പാസ്സാവും. പിന്നെ ഇത്രയും പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് കുറച്ചെങ്കിലും പഠിക്കാം. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് എന്തായാലും നിങ്ങൾ പാസ്സാവും. ഓക്കെ, കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങോ AFS റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന 2-3 ചോദ്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത്രയും 38 മാർക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. 38 എന്ന് പറയുന്നൊരു മാക്സിമം മാർക്ക് പറയുന്നത് കേട്ടോ. മാക്സിമം നമുക്ക് 40 ആണല്ലോ അതിൽ നിന്ന് വരുന്നത്. അതിൽ 38 സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ 38 ഉണ്ടെങ്കിലാണ്, 38 എയിം വെച്ചാലാണ് കുറച്ചെങ്കിലും മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങും കൂടിയിട്ട് കുറച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ പാസ് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും, നിങ്ങളെക്കൊണ്ട് പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു.